ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിൽ 6 ട്യൂട്ടോറിയലുകളാണ് ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം എനിക്ക് എൻ്റെ ജോലി തിരക്ക് കാരണം കുറച്ച് ക്ലാസ്സുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ്സുകളിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കപ്പാസിറ്ററുകളെ കുറിച്ചാണ്. ഒരു ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റെസിസ്റ്ററുകൾ കഴിഞ്ഞാൽ പിന്നീട് കൂടുതലായിട്ട് കാണുന്ന ഒരു കമ്പോണൻ്റാണ് കപ്പാസിറ്ററുകൾ. ഒരു ടി വിയുടെ SMPS ബോർഡാണ്, അതിൻ്റെ പവർ സപ്ലൈ ബോർഡാണ്. ഈ ബോർഡിൽ കാണുന്ന ഈ ഒരു ഉയർന്നു കാണുന്ന ഈ കമ്പോണൻറ്റുകളെല്ലാം ഇതെല്ലാം കപ്പാസിറ്ററുകളാണ്. അതുപോലെ ഈ കാണുന്നത് കപ്പാസിറ്ററാണ്, ഇത് കപ്പാസിറ്ററാണ്, ഇത് കപ്പാസിറ്ററാണ്, ഇത് കപ്പാസിറ്ററാണ്. ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാകും. ഒരു ബോർഡിൽ റെസിസ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടെണ്ണം കാണുന്ന ഒരു ഐറ്റം കമ്പോണൻസ്, അതാണ് കപ്പാസിറ്ററുകൾ. റെസിസ്റ്റർ നമ്മൾ പഠിച്ചു. റെസിസ്റ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. കറണ്ടിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കമ്പോണൻ്റ് ആയിരുന്നു റെസിസ്റ്റർ. എന്നാൽ ഇവിടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഒരു കപ്പാസിറ്റി ഉള്ളതാണ്. അതിനൊരു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. ചാർജിനെ സംഭരിച്ചു വെക്കുന്ന ഒരു കമ്പോണൻ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്ററിന് ഒരു യൂണിറ്റ് ഉണ്ടാകും, കാരണം ഇതിൻ്റെ എത്രത്തോളം ചാർജ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അളന്ന് നമുക്ക് കണ്ടുപിടിക്കണം. റെസിസ്റ്ററിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ് പറഞ്ഞിരുന്നു. ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ അളന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിനെ അളന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫാരഡാണ്. ഫാരഡ് എന്നുള്ള യൂണിറ്റിലാണ് കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റി അളക്കുന്നത്. എന്നാൽ നമുക്കിവിടെ ഒരു ഫാരഡിൻ്റെ കപ്പാസിറ്റർ, 2 ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഒന്നും നോർമൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റുകളിൽ ഉണ്ടാവില്ല. 1 ഫാരഡും 2 ഫാരഡും 10 ഫാരഡിൻ്റെയൊക്കെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിനെ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്നാണ് പറയുക. അതിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് വളരെയധികം ഉണ്ടാവും. നമ്മളിവിടെ കാണുന്ന കപ്പാസിറ്റേഴ്സ് എല്ലാം മൈക്രോ ഫാരഡ് ലെവലിലുള്ളതാണ്. ഞാനിവിടെ ഈ ബോർഡിൽ തന്നെയുള്ള ഒരു വലിയ കപ്പാസിറ്റർ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഈ വലിയ കപ്പാസിറ്ററിൽ നോക്കാം, അവിടെ 400 വോൾട്ട് 68 മൈക്രോ ഫാരഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫാരഡ്, ഇതിൻ്റെ ചാർജ് താങ്ങാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 68 മൈക്രോ ഫാരഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ കാണുന്ന മറ്റൊരു കപ്പാസിറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം 33 മൈക്രോ ഫാരഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം മൈക്രോയിലാണ് ഇവിടുത്തെ കമ്പോണൻറ്റിലെ കപ്പാസിറ്ററിൻ്റെ വാല്യൂസ് എല്ലാം പറയും. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 ആണ്. ഇതിൻ്റെ 10⁻⁻6 എന്നതിനെയാണ് നമ്മൾ മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെൻറ്റിമീറ്ററിലൊക്കെ പറയും, അതിൻ്റെ താഴത്ത് നമ്മൾ മില്ലിമീറ്റർ എന്ന് പറയും. മില്ലിമീറ്ററിൻ്റെയും താഴത്ത് വരുന്നതാണ് മൈക്രോ. അതായത് വളരെയധികം ചെറുത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് മൈക്രോ എന്ന് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ നമ്മളതിനെ വ്യക്തമാക്കിയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫാരഡിനെ ഇപ്പോൾ ഇതിൽ നമ്മളിവിടെ നോക്കിയപ്പോൾ കിട്ടിയ 68 മൈക്രോ ഫാരഡ് തന്നെ എടുക്കാം. 68 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാരഡിനെ 10 ലക്ഷം ഭാഗങ്ങളാക്കിയിട്ട് 10 ലക്ഷം ഭാഗമാക്കിയിട്ട് അതിലുള്ള 68 ഭാഗത്തിനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്രയുണ്ടാവുമോ അതിനെയാണ് 68 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാരഡിനെ 10 ലക്ഷം ഭാഗമാക്കിയിട്ട് അതിൽ 68 ഭാഗം മാത്രമാണ് എടുക്കുന്നത്. അതായത് അത്രയും വളരെയധികം കുറഞ്ഞ ഒരു വാല്യൂ ആണ് ഫാരഡ്, മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. മൈക്രോ ഫാരഡ് ചെറിയൊരു വാല്യൂ ആണ്, വളരെ കുറഞ്ഞ ചാർജിനെ മാത്രമാണ് ഇതിൽ താങ്ങാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കപ്പാസിറ്ററുകളിൽ. എന്നാൽ തന്നെ ഈ ഒരു ടൈപ്പ് കപ്പാസിറ്ററുകളിലൊക്കെ നമുക്ക് ചെറിയ തോതിൽ ഷോക്ക് അടിക്കാവുന്ന ചാർജ് വരെ നമ്മൾ സപ്ലൈയിൽ നിന്ന് ബോർഡിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ തങ്ങി നിൽക്കാറുണ്ട്. ഫാനുകളിലേക്ക് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളൊക്കെ സാധാരണ ചെക്ക് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ആ കപ്പാസിറ്റർ ഊരിയതിന് ശേഷം നേരിട്ട് പ്ലഗിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കും. എന്നിട്ട് പ്ലഗിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ 2 വയറുകൾ തമ്മിൽ ടച്ച് ചെയ്യാം, അത് ഷോർട്ടാക്കി കൊടുക്കുക. ഷോർട്ടാക്കുന്ന സമയത്ത് സ്പാർക്കിംഗ് ഉണ്ടാവും. ആ സ്പാർക്കിംഗ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ ഓക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാം. ആ കപ്പാസിറ്ററും ആകെ 47 മൈക്രോ ഫാരഡ് ലെവലിലേക്ക് വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ ഫാരഡിലുള്ള കപ്പാസിറ്റേഴ്സാണത്. എന്നാലും അതിൽ തന്നെ ഒരുപാട് ചാർജ് സ്റ്റോറായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് അളക്കുന്നതിന് നമ്മൾ ഫാരഡിലാണ് പറയുന്നത്. മൈക്രോ ഫാരഡ് ലെവലുള്ള കപ്പാസിറ്ററുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി കപ്പാസിറ്ററുകളുടെ ടൈപ്പുകളിലേക്ക് അടക്കാം. നമ്മൾ റെസിസ്റ്റൻസിൽ പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്ററുകളിലും ഫിക്സഡും വാരിയബിളും ഉണ്ട്. എന്നാൽ വാരിയബിൾ കപ്പാസിറ്ററുകൾ റെസിസ്റ്ററിലുള്ള വാരിയബിൾ പോലെ നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല.
വേരിയബിൾ കപ്പാസിറ്റേഴ്സ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് റേഡിയോകളിലാണ്. ചാനലുകൾ ട്യൂൺ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ റേഡിയോയും അതുപോലെ പഴയ ടി വികളൊക്കെ അതിൽ ഒരു നോബ് തിരിച്ചിട്ട് ചാനലൊക്കെ സെലക്ട് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കമ്പോണൻറ്റുകളാണ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. ചാനൽ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ നോബിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിരുന്നു ഈ പറയുന്ന വേരിയബിൾ റെസിസ്റ്റർ തന്നെയുള്ള ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ട്രിമ്മർ കപ്പാസിറ്ററും പാഡർ കപ്പാസിറ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് പ്രചാരണത്തിലില്ല. ഇപ്പോൾ നമുക്ക് ചാനലുകൾ, റേഡിയോ ചാനലുകളാണെങ്കിലും ടി വി ചാനലുകളാണെങ്കിലും എല്ലാം ട്യൂണിങ് നടക്കുന്നത് ഡിജിറ്റൽ ട്യൂണിങ് വഴിയാണ്. അതായത് ഐസികളും മറ്റ് കമ്പോണൻറ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള ട്യൂണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ വെച്ചുള്ള ട്യൂണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇല്ല. എന്നാൽ ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ഇപ്പോഴും ഒരുപാട് പ്രചാരത്തിലുണ്ട്. ഇപ്പോൾ ഫിക്സഡ് കപ്പാസിറ്ററിനെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് പോളറൈസ്ഡും മറ്റൊന്ന് നോൺ പോളറൈസ്ഡ് എന്ന് പറയും. പോളറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൊളാരിറ്റികൾ ഉണ്ടാകും. പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്സോ മൈനസോ ഏതെങ്കിലും ഒരു പോളുകൾ ഉണ്ടാവും. നമ്മൾ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പൊളാരിറ്റി പോസിറ്റീവും നെഗറ്റീവുമാണ്. ഈ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറഞ്ഞ് രണ്ട് പോളുകളുള്ള ടൈപ്പ് കപ്പാസിറ്ററുകളെയാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. എന്നാൽ പൊളാരിറ്റി ഒന്നും ഇല്ലാത്ത കപ്പാസിറ്ററുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു റെസിസ്റ്റർ പഠിച്ച സമയത്ത് റെസിസ്റ്ററിൻ്റെ രണ്ട് ലീഡുകളും ഒരുപോലെയായിരുന്നു. അതിൻ്റെ രണ്ട് ലീഡും ഒരുപോലെയാണ്. നമുക്ക് ആ റെസിസ്റ്ററിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാലും മറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല. നമ്മളത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന ഡയറക്ഷനിൽ തന്നെ ഫിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു റെസിസ്റ്ററിനെ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഇതിനെ എടുത്തിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വെക്കാം, ഡയറക്ഷൻ മാറ്റിയിട്ട് വെച്ച് കൊടുക്കാം. അതിന് ഒരു കുഴപ്പമില്ല. കാരണം ഇതിന് പൊളാരിറ്റി ഇല്ല, ഇതിന് രണ്ട് ലെഗും ഒരുപോലെയാണ്. എന്നാൽ നോക്കാം ചില കമ്പോണൻറ്റുകൾ, ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു കമ്പോണൻറ്റിന് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ കൊടുത്ത സിമ്പലിൽ കണ്ട് ഒരു പ്രത്യേക ഒരു മാർക്കിംഗ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ മാർക്കിംഗ് നോക്കിയിട്ട് മാത്രമേ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ പൊളാരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മാത്രമേ തന്നെയുള്ളൂ. നമുക്കിവിടെ കപ്പാസിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് രണ്ട് ലെഗുകളാണ് ഉണ്ടാവുക. ഇവിടെ അടിഭാഗത്ത് കാണാനുണ്ട്. ഈ രണ്ട് ലെഗുകളാണ് അതിൻ്റെ. ഇവിടെ ഒരു ലെഗിൻ്റെ അടുത്തായിട്ട് പ്ലസ് എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഭാഗം നെഗറ്റീവായിരിക്കും. കൂടാതെ കപ്പാസിറ്ററിന് ഇവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട്. ഈ ലെഗിനോട് ചേർന്നൊരു വര കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് വരകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിപ്പോൾ ഈ കപ്പാസിറ്ററുകളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈനുണ്ട്. ഈ ഭാഗത്ത് ലൈനുകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തൊരു ലൈന് കൊടുത്തിട്ടുള്ളതിന് അതിൻ്റെ പൊളാരിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനത്തെ ടൈപ്പ് കപ്പാസിറ്റേഴ്സ്, അതായത് പ്രത്യേക മാർക്കിങ് കൊടുത്ത ടൈപ്പ് കപ്പാസിറ്ററുകളെല്ലാം പോളറൈസ്ഡ് ആണ്. ഇതിൻ്റെ ഈ ഒരു വരയെ സൂചിപ്പിക്കുന്നത് ആ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവായിട്ടുള്ള ലെഗാണ്. നെഗറ്റീവ് ലെഗിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കപ്പാസിറ്ററുകൾ പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞു. പോളറൈസ്ഡ് കപ്പാസിറ്ററിൽ കൂടുതലൊന്നുമില്ല. അതിലുള്ളത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ മാത്രമാണ് പോളറൈസ്ഡിലുള്ളത്. ഈ കാണുന്ന ടൈപ്പ് കപ്പാസിറ്ററുകളല്ല. ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു കവറിങ്ങോട് കൂടിയുള്ളത്. കവറിങ് അല്ലാത്തൊരു മെറ്റൽ ടൈപ്പിൽ വരുന്നുണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് LCD LED ടി വികളിലൊക്കെ ഇതൊരു മെറ്റൽ ടൈപ്പായിട്ട് ഇത്ര കൂടും ഉയർന്നില്ലാത്ത ഒരു കമ്പോണൻ്റ് ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഈ ടൈപ്പ് കപ്പാസിറ്ററുകളാണ് ഇലക്ട്രോലിറ്റിക് ടൈപ്പ് കപ്പാസിറ്ററുകൾ. ഈ കപ്പാസിറ്ററുകളുടെ സിമ്പൽ വരക്കുന്നതും അങ്ങനെ ഒരു പൊളാരിറ്റി കൂടി കൊടുത്തിട്ടാണ്. പോസിറ്റീവ്, നെഗറ്റീവ്. ഇത് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിൻ്റെ സിമ്പലാണ്. ഇനി ഇത് തന്നെ വേറെ പല രൂപത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ രണ്ട് ലൈനും ഒരേ വലുപ്പത്തിൽ തന്നെ വരണം. ഇതിൻ്റെ വലിപ്പം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ സിമ്പലായിട്ട് മാറും. ഇതിലൊന്നിൽ പ്ലസ് ഒന്നിൽ മൈനസ് എന്ന് എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെച്ചിട്ടും പോളറൈസ്ഡ് കപ്പാസിറ്ററുകളുടെ സിമ്പലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ സിമ്പലുകൾ ഇതാണ്. ഈ സിമ്പലുകളിൽ എല്ലാത്തിലും ഒരു വ്യത്യസ്തത കൊടുത്തിട്ട് ഉള്ള ഭാഗങ്ങൾക്ക് ഇത് ജസ്റ്റ് ലൈന് മാത്രമേ ഉള്ളൂ. ഇതിലും അതേ ലൈനാണ് വരുന്നത്. ഇതിൽ വ്യത്യസ്തത കൊടുത്തുള്ള ഈ ഭാഗം നെഗറ്റീവാണ്, മറ്റുള്ള ഭാഗം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റിക്കിൻ്റെ സിമ്പൽ നമുക്കിങ്ങനെ തിരിച്ചറിയാം. ഇനി കപ്പാസിറ്റർ കമ്പോണൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കമ്പോണൻറ്റിൽ ഒരു സ്പെഷ്യൽ മാർക്കിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് കണ്ടത് ഇവിടെ ലൈന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററുകളിൽ ലൈന് കൊടുത്തിട്ടുണ്ട്, ഇതിലും ലൈന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കപ്പാസിറ്ററുകളും ഒരു ലൈന് കൊടുത്തിട്ടുണ്ടാവും, ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ടാവും. ആ മാർക്കിങ്ങുള്ള ഭാഗമാണ് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ലെഗ്. അതിൻ്റെ പോസിറ്റീവ് ലെഗ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത ലെഗുകളാണ്. ഈ പൊളാരിറ്റി ഉള്ള കപ്പാസിറ്ററുകൾ, പൊളാരിറ്റിയുള്ള കപ്പാസിറ്റർ എന്നല്ല നമ്മൾ മറ്റ് എന്ത് കമ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിലും
അതിൻ്റെ പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളൊരു LED ബൾബ് തന്നെ LED-ക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മൾ ബാറ്ററിയിലേക്ക് അത് കണക്ട് ചെയ്യുന്ന സമയത്തും പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അത് തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ LED കംപ്ലൈൻ്റ് ആയിപ്പോവും. അതുപോലെ തന്നെയാണ് കപ്പാസിറ്ററിൻ്റെ കാര്യം. ഈ കപ്പാസിറ്ററും അങ്ങനെ തിരിച്ച് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ചില സ്ഥലത്ത് അത് തിരിച്ച് കണക്ട് ചെയ്യപ്പെടാറുണ്ട്. അതൊരു സ്പെഷ്യൽ കേസുകളാണ്. അതൊരിക്കലും അവിടെ പൊളാരിറ്റി അതിലേക്ക് മാറുന്നില്ല. അതൊരു വേറൊരു തരത്തിൽ, അതായത് ഡുവൽ പവർ സപ്ലൈ എന്നുള്ള ഒരു ആപ്ലിക്കേഷനിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. നോർമൽ കണ്ടീഷനുകളിൽ നിങ്ങളൊരു എക്യുപ്മെൻറ്റ് സർവീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് അസംബ്ലി ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ പൊളാരിറ്റി മാറാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ബോർഡിലാണെങ്കിൽ തന്നെ ഇവിടെ കണ്ട ഒരു അതിൽ പ്രത്യേകം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനുണ്ട്. ഈ ലൈനുള്ള ഭാഗം ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കുകയാണ്. കപ്പാസിറ്റർ നെഗറ്റീവ് ആണ് ഈ ഹോളിൽ ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ ഹോളിൻ്റെ കൂടെ തന്നെ ഒരു പ്ലസ് എന്നിട്ട് വെച്ചിട്ടുണ്ട്. അതിവിടെ പോസിറ്റീവ് ലെഗാണ് വേണ്ടത്. ചില ബോർഡിൽ ഇങ്ങനെ പ്ലസ് ഒക്കെ കൊടുക്കാറുള്ളൂ. അതിന് പകരം ജസ്റ്റ് ലൈന് മാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക മാർക്കിംഗ് ഇട്ടിട്ടുണ്ടോ ആ മാർക്കിംഗ് ഉള്ള ഭാഗം അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളുടെ വാല്യൂസ് അതിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഭാഗം തന്നെയാണ്. ഇവിടെ 68 മൈക്രോ ഫാരഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 68 മൈക്രോ ഫാരഡാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു 400 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിവിടെ എല്ലാ കപ്പാസിറ്ററുകളും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവും. ഒരു വോൾട്ടേജിൻ്റെ കാര്യം കൂടി അവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 16 എന്ന് കാണാം. 16 വോൾട്ട് 220 മൈക്രോ ഫാരഡ്. അതുപോലെ തന്നെ ഇവിടെ ഇതിലൊരു 16 വോൾട്ട് 1000 മൈക്രോ ഫാരഡ്. ഇതിൽ 1000 മൈക്രോ ഫാരഡ് എന്നൊക്കെ പറയുന്ന മൈക്രോ ഫാരഡ് എന്നുള്ളത് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. വോൾട്ടേജ് ആയിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് താങ്ങാവുന്ന മാക്സിമം വോൾട്ടേജാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിലേക്ക് മാക്സിമം 16 വോൾട്ടേജ് കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ ഏകദേശം എത്ര വോൾട്ട് വരും എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ വേണം, ഒരു ധാരണ വേണം. എന്നിട്ട് അവിടെ നമ്മൾ ഒരു കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ നേരത്തെ പറഞ്ഞു 68 മൈക്രോ ഫാരഡ് 400 വോൾട്ടിൻ്റെയാണ്. ഇതിന് പകരം നമുക്ക് ഒരിക്കലും ഇവിടെ 68 മൈക്രോ ഫാരഡ് 16 വോൾട്ടോ അല്ലെങ്കിൽ 50 വോൾട്ടോ ഒന്നും ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ 68 മൈക്രോ ഫാരഡ് 400 വോൾട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോൾട്ടേജോ വേണം. ഇവിടെ 400 വോൾട്ട് കൊടുത്തതിന് തന്നെ അർത്ഥമാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അടിയിൽ ഏകദേശം 400 വോൾട്ടിൻ്റെ അടുത്തുള്ള വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ ഒരു 300 വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ 300 വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളതിനാണ് ഇവിടെ അതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ്, ആ വരുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്ററിനെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സെയിം വാല്യൂ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് നോക്കണം. വോൾട്ടേജ് റേറ്റിംഗ്, അതിൽ കൊടുത്ത വോൾട്ടേജ് എത്രയാണെന്ന് നോക്കണം. അതിൽ കൊടുത്ത വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജിലുള്ള കപ്പാസിറ്റർ നമ്മളവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിലുള്ള കപ്പാസിറ്റേഴ്സ് ഒരിക്കലും അവിടെ കൊണ്ടുവന്ന് വെക്കരുത്. അപ്പോൾ തമ്മിൽ ഇതിൽ നോക്കിയാൽ തന്നെ പലതും പല വലുപ്പത്തിലാണ്. ഇപ്പോൾ 68 മൈക്രോ ഫാരഡിൻ്റെയൊക്കെ കപ്പാസിറ്റർ ഇത്ര വലിപ്പമേ ഉള്ളൂ. എന്നാൽ 1000 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ അതിനേക്കാൾ ഒരുപാട് ചെറിയ കപ്പാസിറ്ററാണ്. ഇപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 16 വോൾട്ടേ ഉള്ളൂ, കുറഞ്ഞ വോൾട്ടേജാണ് ഇതിന് താങ്ങാൻ പറ്റുക. എന്നാൽ ഇതിന് 400 വോൾട്ട് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങും കപ്പാസിറ്റൻസ് വാല്യൂവും ശ്രദ്ധിക്കുക. ചില സർക്യൂട്ടുകളിൽ കപ്പാസിറ്റൻസ് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിലെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ പവർ സപ്ലൈൻ്റെ ഭാഗമായിട്ടുള്ള കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂസിൽ ചെറിയ മാറ്റങ്ങളൊന്നും വന്നാലൊന്നും പ്രത്യേകിച്ചൊരു സർക്യൂട്ടിൽ ഫാൾട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 68 മൈക്രോ ഫാരഡിന് പകരം നമുക്ക് 10 മൈക്രോ ഫാരഡോ അല്ലെങ്കിൽ 100 മൈക്രോ ഫാരഡോ ഒക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഈ 1000 മൈക്രോ ഫാരഡിന് പകരം 470 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടൊന്നും സർക്യൂട്ടിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു ആംപ്ലിഫയർ പോലത്തെ സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ ടൈമിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില സർക്യൂട്ടുകൾ, അതിലൊക്കെയുള്ള കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ കൃത്യം തന്നെ ആയിരിക്കണം. അതിൻ്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ നോയ്സ് കാര്യങ്ങളൊക്കെ വരും. ഇനി ഇതിൻ്റെ പ്രധാന ഉപയോഗത്തിലേക്ക് കടക്കാം. കപ്പാസിറ്റേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് AC സപ്ലൈയെ കടത്തിവിടാനും DC-യെ ബ്ലോക്ക് ചെയ്യാനും. അപ്പോൾ നമുക്ക് റെസിസ്റ്ററുകൾ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്ററുകൾക്ക് നമുക്ക് ഏത് കറണ്ട് എന്നൊന്നുമില്ല, DC ആണെങ്കിലും AC ആണെങ്കിലും ഒക്കത്തിനെ അത് റെസിസ്റ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും. എന്നാൽ കപ്പാസിറ്ററിന് AC-യെ കടത്തിവിടാനുള്ള കഴിവുണ്ട്, DC-യെ
തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. അത് നമ്മളത് പറയുമ്പോൾ അങ്ങോട്ട് കടത്തി വിടുക എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിലും ശരിക്കും അതൊരു കടത്തി വിടുക എന്ന ഒരു പ്രോസസ്സല്ല അവിടെ നടക്കുന്നത്. സപ്ലൈനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓസിലേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അത് എത്രത്തോളം പറഞ്ഞതിനെ ഫലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഒരു കപ്പാസിറ്ററിൻ്റെ സിമ്പൽ ഇങ്ങനെ യൂസ് ചെയ്യും. പൊളാരിറ്റി ഒന്നുമില്ലാതെ പ്ലസ് മൈനസ് ഒന്നും ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് 2 ലൈനുകൾ വരച്ച് വെച്ചതാണെങ്കിൽ ഇങ്ങനെയുള്ള കപ്പാസിറ്ററുകളാണെങ്കിൽ അതിനെ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്നാണ് പറയുക. ഈ ഇലക്ട്രോലൈറ്റിക് അല്ലാത്ത ബാക്കി കപ്പാസിറ്ററില്ല, നോൺ പോളറൈസ്ഡ്. അതിന് പ്ലസ് മൈനസ് ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് തിരിച്ചും മറിച്ചും റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും അതിനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കാം, ഇതിൽ നമ്മളിവിടെ കൊണ്ടുപോയിട്ട് ഒരു ബാറ്ററി കണക്ട് ചെയ്യാം. ഈ ബാറ്ററി കണക്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നിടത്ത് നമ്മൾ വെറുതെ ഒരു ബൾബും വെച്ച് കൊടുക്കും. സ്വാഭാവികമായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും. ഇതിൽ നിന്നുള്ള പോസിറ്റീവുകളെല്ലാം ഇവിടുന്ന് എന്ത് ചെയ്യും, കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഈ കപ്പാസിറ്റർ ചാർജ് ആവാൻ തുടങ്ങും. ഇതിലിവിടെ ഇങ്ങനെ ചാർജ് ആവും. ഇവിടുന്ന് വന്ന് നെഗറ്റീവ് ഇങ്ങനെ ഇവിടെയും ചാർജ് ആവും. ഇതിൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ, ഇവിടെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ, അതായത് ഇതിൽ വോൾട്ടേജ് ഇങ്ങനെ കൂടി വരുമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആദ്യം കുറഞ്ഞ വോൾട്ടേജ് വന്നു. ആ വോൾട്ടേജ് കൂടി വന്നു 1.5 വോൾട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെയും 1.5 ആണ്, ഇവിടെയും 1.5 ആണ്. പിന്നീട് ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ട് വോൾട്ടേജിന് ഒഴുകാനും കഴിയില്ല. കാരണം വോൾട്ടേജ് എപ്പോഴും ഒഴുകുന്നത് കൂടുതൽ ഇല്ലെടുത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മൾ വെള്ളം ഒഴുകുന്ന അതേ മെത്തേഡിലാണ് വോൾട്ടേജിൻ്റെ ഒഴുക്കും അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഒഴുക്കും. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരേ വോൾട്ടേജ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് ഒരിക്കലും അങ്ങോട്ട് ഒഴുകാൻ പറ്റില്ല. എന്നാൽ ഇവിടുന്ന് ഈ 1.5 ആകുന്നത് വരേക്ക്, തുടക്കത്തിൽ ഇവിടെ 0 ആയിരുന്നു, വോൾട്ടേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1.5 ആകുന്നത് വരേക്ക് ഇതുവഴി കറണ്ട് ഒഴുകി. ആ കറണ്ട് ഒഴുകുന്ന സമയം ഈ ബൾബൊന്ന് കത്തും. എന്നാൽ ഇവിടെ 1.5 ആയി, ഇവിടെ 1.5 ആയി. പിന്നെ ഇതിലൂടെ ഒഴുക്കില്ലെങ്കിൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മളൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക് അളക്കുന്ന ഒരു മോട്ടർ, ഒരു ചെറിയൊരു മീറ്റർ ഉണ്ടല്ലോ, ആ മീറ്റർ ഫിറ്റ് ചെയ്തെന്ന് കരുതുക ഒരു പൈപ്പിൽ. ആ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് മാത്രമാണ് അത് വർക്ക് ചെയ്യുക. എന്നാൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഒഴുകുന്നില്ല. അപ്പോൾ നമ്മൾ ടാപ്പ് കൂട്ടിയിട്ട് കഴിഞ്ഞാലും ആ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം ഇപ്പം എന്നോട് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ ആ മീറ്റർ ഒരിക്കലും വർക്ക് ചെയ്യില്ല, കാരണം ഒഴുക്കിനെയാണ് അത് അളന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ ഒഴുക്കാണ്. ഇലക്ട്രോണിക്സ് ഒഴുകുന്ന സമയത്ത് മാത്രമാണ് കറണ്ട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഈ ബൾബ് പ്രവർത്തിക്കുള്ളൂ. ഇവിടുത്തെ വോൾട്ടേജും സെയിം ആയി കഴിഞ്ഞാൽ ഈ ബൾബ് പ്രവർത്തിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഈ 2 വോൾട്ടേജുകളും സെയിം ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട, ജസ്റ്റ് സെക്കൻഡുകൾ മതി. മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് വോൾട്ടേജ് ഇവിടേക്ക് എത്തും. അതായത് ഇത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുന്ന സമയത്ത്, ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ബൾബ് ചെറുതായിട്ടൊന്ന് കത്തും. അതോടുകൂടി പിന്നെ ബൾബ് കത്തില്ല. അപ്പോഴേക്കും ഇവിടെ വോൾട്ടേജ് എത്തി എന്നുള്ളതാണ് അതിനർത്ഥം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്ന് ഒരു കപ്പാസിറ്റർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അത് കുറച്ചൊരു ഹൈ വാല്യൂ കപ്പാസിറ്റേഴ്സ്, ഒരു 1000 മൈക്രോഫാരഡോ അല്ലെങ്കിൽ 1500 മൈക്രോഫാരഡോ ഒക്കെയുള്ള കപ്പാസിറ്റേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ബൾബ് കുറച്ച് സമയം കൂടി ഒന്ന് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇത് ചെറിയൊരു ടൈമിൽ മാത്രം കത്തുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ കറണ്ട് കടന്നു പോവില്ല. ഈ സർക്യൂട്ട് ഇവിടെ നിന്നു, അതിൻ്റെ പ്രവർത്തനം അവസാനിച്ചു. ഇതാണ് പറയുന്നത് DC-യെ കപ്പാസിറ്റർ കടത്തിവിടില്ല എന്ന് പറയുന്നത്. കാരണം DC ഇവിടെ വന്നിട്ട് നിന്നു, ഇതിവിടെ വന്നിട്ട് നിന്നു. ഒരിക്കലും സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നില്ല. എന്നാൽ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഒഴുകിയ ഒരു കാരണം കൊണ്ട് ബൾബ് അവിടെ കത്തുകയും ചെയ്തു. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഈ DC-ക്ക് പകരം നമ്മളിവിടേക്ക് അടുത്തതൊന്ന് AC കൊടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ കപ്പാസിറ്ററിനെ ഒന്ന് വെച്ച് കൊടുത്തു. ഇതിൽ നേരത്തെ പോലെ തന്നെ ഒരു ബൾബിനെ ഫിറ്റ് ചെയ്തു. നമ്മളിവിടെ ഇനി കൊടുക്കുന്നത് AC സപ്ലൈ ആണ്, DC അല്ല. ഇപ്പോൾ AC-ക്ക് നേരത്തെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണെന്ന് കരുതുക. പോസിറ്റീവ് ആവുന്ന സമയത്ത് എന്ത് ചെയ്തോളും, ഇവിടുത്തെ പോസിറ്റീവ്സ് ഈ ബൾബിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചാർജായിട്ട് സ്റ്റോർ ആവും. അതുപോലെ നെഗറ്റീവ്സ് ഇവിടെ വന്നിട്ടും ചാർജ് ആവും. ഇത് ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. ഈ ഒരു സമയം കൊണ്ട് ഇവിടെ ചാർജായി. അപ്പോൾ ഇതിലൂടെ കറണ്ട് കടന്നു പോയതിൻ്റെ കാരണത്താൽ ഈ ബൾബ് അവിടെ പ്രകാശിക്കും. അടുത്തത് ഇവിടെ സൈക്കിൾസ് മാറും. സൈക്കിൾ നെഗറ്റീവ് സൈക്കിളായി, അതായത് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ്സ് ആണ് ഇങ്ങോട്ട് പിന്നെ വരിക. ഈ നെഗറ്റീവ്സ് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടെ കൂടിയിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടും അതൊന്നും ഇല്ലാതെ 0-യിലേക്ക് പഴയ കണ്ടീഷനിലേക്ക് ഒന്ന് വരും. എന്നിട്ട് ഇവിടെ നെഗറ്റീവ് ആകും, ഇവിടെ പോസിറ്റീവുകളും ആയിട്ട് മാറും. അപ്പോഴും ഇതുവഴി കറണ്ട് ഒഴുകി.
ആദ്യത്തെ സൈക്കിൾ ഇവിടെ പോസിറ്റീവ് സൈക്കിൾ ആയപ്പോഴും ഇതുവഴി കറണ്ട് ഒഴുകി, നെഗറ്റീവ് സൈക്കിൾ ആയപ്പോഴും ഇതുവഴി കറണ്ട് ഒഴുകി. ഇനി ഇവിടെ നിന്ന് വീണ്ടും സൈക്കിൾസ് മാറി, അപ്പോൾ വീണ്ടും ഇവിടെ പോസിറ്റീവായി ഇവിടെ നെഗറ്റീവായി. ആ സമയത്തും ഇതുവഴി കറണ്ട് ഒഴുകും. അതായത് ഇവിടെ ഓരോ സൈക്കിൾ വരുന്ന സമയത്തും ഈ ലോഡിലൂടെ കറണ്ട് ഒഴുക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് കടത്തിവിട്ടു, കപ്പാസിറ്റർ കറണ്ട് കടത്തിവിട്ടു എന്ന് പറയുന്നത്. ഒരിക്കലും ഇതങ്ങനെ ഒരു കടത്തി വിടുന്നൊന്നുമില്ല. ഇതിവിടെ ഇതുവഴി ഇങ്ങോട്ട് വന്നു, തിരിച്ചിങ്ങോട്ട് വന്നു. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് നടക്കുന്നൊരു പ്രോസസ്സ് മാത്രമാണ്. എന്നാൽ ഇവിടെയാണെങ്കിലോ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി രണ്ട് വോൾട്ടേജും ഒരേപോലെ, പിന്നെ അവിടെ കടത്തി വിടുന്നില്ല. ഇവിടെ വോൾട്ടേജ് ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ തന്നെ വീണ്ടും വോൾട്ടേജ് കുറയും. വീണ്ടും വോൾട്ടേജ് കുറയുമ്പോൾ അവിടെ ഇങ്ങോട്ട് ഒഴുക്കുണ്ടാവും. പിന്നെ വോൾട്ടേജ് നെഗറ്റീവായി, അതായത് അതിൻ്റെ ഡയറക്ഷൻ മാറി. അപ്പോൾ അങ്ങനെ ഡയറക്ഷനിൽ മാറ്റം വരുന്ന സമയത്ത് വീണ്ടും കറണ്ട് ഒഴുകും. ഇതുകൊണ്ടാണ് കപ്പാസിറ്ററിലൂടെ AC കടത്തിവിടും, DC കടത്തിവിടില്ല എന്ന് ജനറലായിട്ട് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞതുപോലെ കപ്പാസിറ്ററിലൂടെ AC കടന്നു പോകും, DC കടന്നു പോകില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെറിയൊരു ഡയഗ്രമൊക്കെ വരച്ചിട്ട് നമ്മളതിന്ന് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കപ്പാസിറ്ററിനെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഈ കപ്പാസിറ്ററെല്ലാം അവിടെ ഉപയോഗിച്ചിട്ട് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC സപ്ലൈനെ നമ്മൾ നേരത്തെ AC DC ഒക്കെ പറഞ്ഞിരുന്നു. ACയിലുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള വേരിയേഷനുള്ള ഈ ഒരു സപ്ലൈയെ DC ആക്കാൻ ഉപയോഗിക്കുന്നൊരു പ്രോസസ്സുണ്ട്. അതിനെ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും ഈ സിഗ്നൽ ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ സിഗ്നലായി മാറിയിട്ടുണ്ടാവില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് സിഗ്നലായിട്ടാണ് മാറുക. ഇതിലും വേരിയേഷൻസ് ഉണ്ട്, വോൾട്ടേജ് കൂടും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി ഒഴിവാക്കിയിട്ട് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റും. ഈ രൂപത്തിലേക്ക് മാറ്റുന്ന പണിയെടുക്കുന്നത് കപ്പാസിറ്ററുകളാണ്. അവിടെ കപ്പാസിറ്ററിനെ ഉപയോഗിക്കുന്നത് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് കപ്പാസിറ്ററിനെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. ഫിൽറ്ററിങ് എന്താണെന്നുള്ളത് നമുക്ക് ഫിൽറ്ററിങ്ങിൻ്റെ ടോപ്പിക് എത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. പിന്നെ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈപ്പാസിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ബൈപ്പാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് റോഡുകളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആവശ്യമില്ലാത്ത സിഗ്നലുകളെ മറ്റൊരു വഴിയിലൂടെ പറഞ്ഞയക്കുക എന്നുള്ള കാര്യമാണ് അവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇങ്ങനെ താഴ്ത്തും പൊന്തിയും വരുന്ന സിഗ്നൽ അത് ആവശ്യമില്ലാത്തതാണ്. അതിനൊരു കപ്പാസിറ്റർ വഴി ഒഴിവാക്കി കളഞ്ഞു. അതുപോലെ തന്നെ ഒരു ഓഡിയോ സിസ്റ്റങ്ങളിൽ അല്ലെങ്കിൽ വീഡിയോ സിസ്റ്റങ്ങളിലൊക്കെ നോയ്സ് സിഗ്നലുകൾ ഉണ്ടാവും. അപ്പോൾ ആ നോയ്സ് സിഗ്നലുകളൊക്കെ ഒഴിവാക്കുന്നത് കപ്പാസിറ്ററുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈപ്പാസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുകളൊക്കെ. ആ ബൈപ്പാസിംഗ് വഴി കപ്പാസിറ്ററുകൾ സിഗ്നലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിവാക്കുന്ന പണികളൊക്കെ ചെയ്യാം. പിന്നെ ഒരു പ്രോസസ്സ് കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു പണിക്കൊക്കെയാണ് ഉപയോഗിക്കുക. കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഡിയോ ആംപ്ലിഫയറുകളിലൊക്കെയാണ് ഈ കപ്ലിംഗ് എന്ന് പറയുന്ന ആവശ്യം കൂടുതലായിട്ട് ചെയ്യുന്നത്. ഒരു കപ്പാസിറ്റർ ജസ്റ്റ് ഒരു ചെറിയൊരു ഓഡിയോ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത്. ഒരു ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരു ബേസിക് ഓഡിയോ ആംപ്ലിഫയറാണ്. ഇവിടെ ഒരു 12 വോൾട്ട്, ഇവിടെ ഗ്രൗണ്ട്, ഇങ്ങനെയാണ് ഒരു ഓഡിയോ ആംപ്ലിഫയർ ഉണ്ടാവുക. ഈ ഭാഗം സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു ബേസിക് ഡയഗ്രം മാത്രമാണ്. ഇതുകൊണ്ട് മാത്രം വലിയൊരു ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല, ചെറിയൊരു ആംപ്ലിഫയർ മാത്രമാണ്. ഇതിന് കുറച്ചുകൂടെ കമ്പോണൻറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് വലിയൊരു സർക്യൂട്ടാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്നാണ് പറയുക. ഈ 12 വോൾട്ടേജ് കുറച്ച് ഡിവൈഡായിട്ട് ഇവിടെ വോൾട്ടേജ് നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഒരു 3 വോൾട്ടോ 4 വോൾട്ടോ അങ്ങനെ ചെറിയൊരു വോൾട്ടേജ് ഒരു എമൗണ്ട് വോൾട്ടേജ് അത് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെ ഒക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പറയുന്നൊരു വാല്യൂ ആണിത് 3 വോൾട്ട്. ഇവിടെ 3 വോൾട്ടാണ് എന്നുള്ളത് ഒന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ 3 വോൾട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണ് എന്നുള്ള കേബിൾ, ഓഡിയോ കൊടുക്കുന്ന കേബിൾ വഴി ആംപ്ലിഫയറിലേക്ക് ഓഡിയോ കൊടുക്കും. ഈ ഓഡിയോ കൊടുക്കുന്നിടത്ത് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം തന്നെ എത്രയേ ഉള്ളൂ. ഇവിടെ 3 വോൾട്ട് ഉണ്ട്. ഈ 3 വോൾട്ട് ഡയറക്റ്റ് നമ്മൾ ഫോണിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോണിൻ്റെ ഉൾഭാഗങ്ങൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതുമാത്രമല്ല, ഈ ഒരു സർക്യൂട്ട് കംപ്ലൈൻ്റ് ആയി എന്ന് കരുതുക. ഇത് കംപ്ലൈൻ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ട്രാൻസിസ്റ്ററൊക്കെയാണ് ഡാമേജ് വരിക. ഇത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 പിന്നുകൾ തമ്മിൽ ഷോർട്ടാകും. ഇത് ഷോർട്ടായാൽ ഈ 12 വോൾട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. ഇവിടെ 12 വോൾട്ട് വരും. ഈ 12 വോൾട്ട് വന്നാൽ 12 വോൾട്ട് നേരിട്ട് നമ്മൾ ആ മൊബൈൽ ഫോണിലേക്കാണ് എത്തുക. അപ്പോൾ സബ് വൂഫറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നതാണ് സബ് വൂഫർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അതിനുള്ള മൂളൽ മാത്രം കേട്ടുകൊണ്ടിരിക്കും.
അങ്ങനെ മുകളിൽ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ഈ ഉള്ളിലുള്ള ഐസികൾ കംപ്ലൈൻ്റ് ആവുന്നതാണ്. ഇത് ട്രാൻസിസ്റ്ററാണ്, ഒരു ഐസികൾ വെച്ചിട്ടുള്ള ആംപ്ലിഫയറുകളാണ് ഹോം തിയേറ്റർ സബ് വൂഫറുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഐസി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് നേരിട്ട് ഇൻപുട്ടിലേക്ക് ഷോർട്ട് ആവുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ഇൻപുട്ടിലേക്ക് ഷോർട്ട് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻപുട്ടിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റു ഒരു ഓഡിയോ സിസ്റ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുന്നത്. അതിലേക്ക് 12 വോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഡാമേജ് ആയി പോകും. മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിൽ ആകെ 3.7 4 വോൾട്ടൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത്രയും വോൾട്ടേജ് വന്നാൽ ഡാമേജ് ആയി പോകും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ ഇവിടെ കൊടുക്കുന്നത്. കാരണം ഒരു കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റർ DC യെ കടത്തി വിടില്ല, AC യെ മാത്രമേ കടത്തി വിടുള്ളൂ. ഓഡിയോ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ആണ്. അപ്പോൾ ഇവിടെയുള്ള AC സിഗ്നൽസ് ഓഡിയോ സിഗ്നൽസിനെ ഇപ്പുറത്തേക്ക് കടത്തി വിടും. എന്നാൽ ഇവിടെ നിന്നുള്ള DC യെ ഇങ്ങോട്ടും കടത്തി വിടില്ല, ഇവിടെ നിന്നുള്ള DC യെ ഇങ്ങോട്ടും കടത്തി വിടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മൊബൈൽ ഫോണിന് ഈ ഇവിടെ കണക്ട് ചെയ്യുന്ന ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ നിന്നുള്ള DC വോൾട്ടേജിൽ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇവിടുത്തെ ബാറ്ററി ഡ്രെയിൻ ആവുന്ന അല്ലെങ്കിൽ ബാറ്ററിയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതിലുപരി ഇതിന് വേറൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഇവിടെ സിഗ്നലിനെ ചെറുതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു കപ്പാസിറ്ററോടെ യൂസ് ചെയ്യുന്നുണ്ട്. സിഗ്നലിനെ ഇൻവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു കപ്പാസിറ്ററാണ് നമ്മളിവിടെ കപ്ലിംഗ് എന്നാണ് പറയുക. കപ്ലിംഗ് കപ്പാസിറ്ററാണ്. ഇവിടെ നിന്നുള്ള സിഗ്നലിൽ മാത്രം അപ്പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കപ്ലിംഗ്, ബൈപ്പാസിങ്, ഫിൽറ്ററിങ് എന്നീ പറയുന്ന പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് കപ്പാസിറ്ററുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊന്നും കൂടാത്ത വേറൊരു പ്രത്യേക പണികൾ കൂടിയുണ്ട്. അതായത് ഇത് ചാനലുകൾ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒരു പ്രത്യേക ഫ്രീക്വൻസിയെ മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റേഡിയോ ചാനലാണെങ്കിലും TV ചാനലാണെങ്കിലും ഒക്കെ അതിന് ഓരോന്നിനും ഓരോ ഫ്രീക്വൻസീസ് ഉണ്ട്. ആ ഫ്രീക്വൻസിയെ മാത്രം വേർതിരിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ ചാനൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഫ്രീക്വൻസിയെ മാത്രം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ കൂടെ വേറൊരു കമ്പോണൻറ്റ് കൂടി അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ അങ്ങനത്തെ ഒരു സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ ഉപയോഗവും അതിൻ്റെ ഒരു ബേസിക് ഐഡിയകൾ ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്ന പൊളാരിറ്റിയുള്ള ഒരു കപ്പാസിറ്ററിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓരോ ടൈപ്പ് കപ്പാസിറ്ററുകളൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊളാരിറ്റി ഉള്ളത് പറഞ്ഞു. ഇനി പൊളാരിറ്റി ഇല്ലാത്ത നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഉണ്ട്. നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എല്ലാത്തിനും ഒരേ സിമ്പലുകളാണ് ഉണ്ടാവുക. ഈ ഒരു സിമ്പിളാണ് എല്ലാത്തിനും ഉണ്ടാവുക. കാരണം അതിന് പ്ലസ്സോ മൈനസോ ഒന്നുമില്ല. അതുകൊണ്ട് പ്രത്യേക ഒരു പാർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പാർട്ടായിട്ട് കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ കാണുന്ന കപ്പാസിറ്ററിൽ ഈ കാണുന്നത് ഇതൊരു നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ ഇത് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററാണ്. ഇതെല്ലാം പോളിസ്റ്റർ ടൈപ്പാണ്. പോളിസ്റ്റർ കപ്പാസിറ്ററുകൾ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇതും പോളിസ്റ്റർ കപ്പാസിറ്ററുകളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കപ്പാസിറ്ററുകൾ ഇതുപോലെയല്ല ഈ ടൈപ്പ് കപ്പാസിറ്ററുകളൊന്നും. ഇതിനൊന്നും വാല്യൂസ് അതിൽ ഡയറക്റ്റ് രേഖപ്പെടുത്തുന്നത് കുറവാണ്. അപ്പോൾ ഇതൊരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഇതിൽ അതിൻ്റെ വാല്യൂ അവിടെ വാല്യൂസ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 0.1 മൈക്രോ ഫാരഡ് 275 വോൾട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പോളിസ്റ്ററിൽ അവിടെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ വാല്യൂ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ വാല്യൂ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ വാല്യൂ ഉണ്ടാവില്ല. ഇതിലും വാല്യൂസ് ഡയറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇതിലെല്ലാം ഓരോ കോഡുകളാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ ഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 103K എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം കൂടുതൽ ക്ലിയർ ആവുന്നില്ല. 103K അതുപോലെ 630 വോൾട്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 103K 630 വോൾട്ട് ഇതാണ് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിലിവിടെ ഈ 103 എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ കോഡാണ്. അതുപോലെ തന്നെ K എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ടോളറൻസ് ആണ്. ഇങ്ങനത്തെ കപ്പാസിറ്റർ നോർമൽ നമ്മളെ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലുള്ള കപ്പാസിറ്ററിൻ്റെ ടോളറൻസിനെ കുറിച്ചൊന്നും നിങ്ങൾ വല്ലാതെ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ സർക്യൂട്ടുകൾ അതേപോലെ തന്നെ ഭയങ്കര കൃത്യത കൂടിയ ഡിവൈസുകളിലൊക്കെ ടോളറൻസ് ശ്രദ്ധിച്ചാൽ മതി. ±5% ഇത് വരുന്നത്. അത് വേറെ പല ലെറ്ററുകളും അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ 103 എന്നുള്ളത് എന്താണെന്ന് നോക്കാം. 103 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 സംഖ്യ അതുപോലെ എഴുതുക. മൂന്നാമത്തെ സംഖ്യ എത്രയാണോ അത്രയും 0 ഇട്ട് കൊടുക്കുക. ഈ കിട്ടിയത് ഇത്രയും പൈക്കോ ഫാരഡ് PFലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനെ നമുക്ക് ഈ PFനെ നമുക്ക്
മൈക്രോയിലേക്ക് മാറ്റണം. പി എഫ് എന്ന് പറയുന്നത് 10⁻−12 മൈക്രോ എന്ന് പറയുന്നത് 10⁻−6 രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10⁻−6 വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മൈക്രോയിലേക്ക് മാറ്റി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് 6 സ്ഥാനം മാറ്റിയിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇവിടുന്ന് നമുക്ക് 6 സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 2, 4, 5, 6 വരും. 0.01 മൈക്രോ ഫാരഡാണ്. 0.01 മൈക്രോ ഫാരഡ് എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ കോഡ് ഇവിടെ കൊടുത്തുള്ളത് 103 എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കപ്പാസിറ്റർ എല്ലാത്തിലും ഈ പറഞ്ഞ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന കപ്പാസിറ്റർ ഇത് പോളിസ്റ്റർ ടൈപ്പാണ്. ഈ പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിറ്റർ ഇങ്ങനത്തെ കോഡുകളാണ് കൊടുത്തിട്ടുണ്ടാവുക. പോളിസ്റ്റർ തന്നെ വേറെ ആയിട്ടും കാണിച്ചു തരാം. ഇത് നേരത്തെ കണ്ട പോളിസ്റ്ററിൻ്റെ തന്നെ വലിയ ഒരു രൂപമാണ്. ഇത് വലിയ കപ്പാസിറ്ററാണ്. ഇതിലും വാല്യൂസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 105 എന്നാണ് കൊടുത്തത്. 105 അതിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ 400 വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തുള്ളത്. ഇതും പോളിസ്റ്റർ കപ്പാസിറ്റർ തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ മിക്കതിലും അതിൻ്റെ വാല്യൂസ് അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇങ്ങനത്തെ കോഡുകളാണ് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ കാണുന്ന കപ്പാസിറ്ററുകളിലും ഇതിലും കോഡാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിലെ നമ്പറുകൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ക്യാമറയിൽ ഇത് കാണാൻ കഴിയില്ല. ഒരു വളരെ ലൈറ്റായിട്ടാണ് അതിലെ പ്രിൻറ്റിങ്ങുകൾ വരുന്നത്. ഇതിലും വാല്യൂസ് ഇതേപോലെ 103, 105 എന്നുള്ള കോഡുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒന്നിൽ വാല്യൂ കാണുന്നുണ്ട്, 103. അതുപോലെ തന്നെ 1 kV 1 kV വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇയാക്കുണ്ട്. 103 0.01 മൈക്രോ ഫാരഡ് വരുന്നുള്ളൂല്ലോ. അതുകൊണ്ടാണ് അതിന് ഹൈ വോൾട്ടേജ് താങ്ങാൻ കഴിയുന്നതും ചെറിയ കപ്പാസിറ്റർ കൊണ്ട് കഴിയുന്നത്. പിന്നെ ഈ ടൈപ്പല്ല, ഇങ്ങനെ ഈ ഗ്ലോസി ആയിട്ട് തിളക്കമുള്ള ഈ ഒരു ടൈപ്പ് കാണുന്ന കപ്പാസിറ്റേഴ്സ് എല്ലാം പോളിസ്റ്റർ ഫാമിലിയിൽ വരുന്നതാണ്. ഇവിടെ ഒരാളുണ്ട്, ഇതൊക്കെ അതേ ഫാമിലിയിൽ വരുന്നതാണ്. ഇതിൽ കണ്ടോ 103 എന്നുള്ളതാണ് ഇവിടെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ പോളിസ്റ്റർ ടൈപ്പിൽ വരുന്നതാണ്. ഇനി മറ്റൊരു ടൈപ്പാണ് ഇതിൽ കാണുന്ന ഈ ഒരു കമ്പോണൻറ്റ്. ഇത് ഒരു പരിപ്പ് പോലെ കാണുന്ന ഇതിനെ സെറാമിക് ഡിസ്ക് എന്നാണ് പറയുക. ഡിസ്ക് കപ്പാസിറ്റർ എന്നൊക്കെ പറയും. മറ്റുള്ളതും ഈ പിന്നെ റൗണ്ടിൽ കാണുന്നതെല്ലാം ഇതൊക്കെ ഡിസ്ക് ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിയ ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇയാളെ സെറാമിക് ഡിസ്ക് കപ്പാസിറ്റർ എന്നാണ് പറയുക. ഇത് പോളിസ്റ്റർ കപ്പാസിറ്ററിനേക്കാൾ വളരെയധികം കുറഞ്ഞ വാല്യൂലുള്ള കപ്പാസിറ്റേഴ്സാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ വാല്യൂ വെറും 33 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ 33നെ നമ്മൾ കോഡിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് 33 അതുപോലെ എഴുതി വെച്ചാൽ മതി. 33 PF ആണ്. ഈ 33 PFനെ നമ്മൾ 6 സ്ഥാനം ഇങ്ങോട്ട് മാറ്റുമ്പോഴേക്കും നമുക്കിവിടെ 0.00033 PF എന്ന് വരും. 33 മൈക്രോ ഫാരഡ് PF നമ്മൾ മാറ്റി അത് മൈക്രോ ഫാരഡായിട്ട് മാറും. ഇത്രയും വളരെയധികം ചെറിയ ഒരു വാല്യൂയിലുള്ള കപ്പാസിറ്റേഴ്സാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ സെറാമിക് ഡിസ്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോലൈറ്റിക് ടൈപ്പ് കപ്പാസിറ്ററുകളാണ്. ഈ ഒരു ചെറിയ വീപ്പക്കുറ്റി പോലെയൊക്കെ നിൽക്കുന്ന ഈ കപ്പാസിറ്ററുകൾ. പിന്നെ പറഞ്ഞത് പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിറ്ററാണ്. ഈ ഒരു കാണുന്ന ടൈപ്പ് എല്ലാം പോളിസ്റ്ററാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് അതും പോളിസ്റ്റർ തന്നെയാണ്. പിന്നെ ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഇതും പോളിസ്റ്റർ കപ്പാസിറ്ററുകളാണ്. മറ്റൊരു ടൈപ്പ് ഇതിൽ തന്നെ പോളിസ്റ്ററിൽ തന്നെ നേരത്തെ കാണിച്ച അതിൻ്റെ തന്നെ ചെറിയ രൂപങ്ങളാണിത്. ഇതുണ്ട്. പിന്നെ ഈ ഒരു കാണുന്നത് ഇതെല്ലാം പോളിസ്റ്റർ ടൈപ്പാണ്. അപ്പോൾ ഇതിലാണ് ഇതിൽ 152K 152 എന്നാണ് ഇതിൻ്റെ വാല്യൂ കൊടുത്തില്ല. അപ്പോൾ 152നെ നമുക്ക് ഇതേപോലെ കോഡാക്കിയിട്ട് മാറ്റിയിട്ട് ചെയ്യണം. ഏകദേശം 0.15 ലെവലിലേക്ക് ആയിരിക്കും അതിൻ്റെ കോഡ് വരിക. പിന്നെ ഈ കാണുന്നതും പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിറ്റർ. പിന്നെ ഒന്ന് പറഞ്ഞത് സെറാമിക് ഡിസ്ക് കപ്പാസിറ്ററാണ്. ഇത്രയാണ് നോർമലായിട്ട് വരുന്ന കപ്പാസിറ്റേഴ്സ്. ഇനി ഇതല്ലാത്ത കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടെൻഡാലം കപ്പാസിറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് SMDയിൽ നമുക്ക് പഠിക്കാൻ. കപ്പാസിറ്ററുകളെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കപ്പാസിറ്ററിനെ കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഈ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന നമ്മുടെ LED ബൾബുകളിലെല്ലാത്തിലും പവർ സപ്ലൈ
ആയിട്ട്, ഇപ്പോൾ ഇതൊക്കെ ഒരു പവർ സപ്ലൈൻ്റെ ബോർഡാണ്, ഈ ഒരു ബോർഡ് പോലെ പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കാൻ വരെ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള വളരെ ലളിതമായ സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു LED ബൾബിൻ്റെ ഫിറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിരുന്നു. അതിൽ കണ്ടിരുന്നു 15 രൂപക്കാണ് LED ബൾബ് അടക്കമുള്ള ബോർഡ്, അതിൽ പവർ സപ്ലൈ അടക്കമുള്ള ഡ്രൈവർ ബോർഡ് അടക്കമുള്ള ഒരു ബോർഡ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ആ ബോർഡ് മാറ്റിയുള്ളത് കപ്പാസിറ്ററിനേക്ക് അവിടെ പവർ സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൊണ്ടാണ്. അപ്പോൾ ആ മെത്തേഡ് അതുപോലെ തന്നെ ടൈമർ സർക്യൂട്ടുകളും ടൈമിംഗ് സർക്യൂട്ടുകളിലും ഒക്കെ കപ്പാസിറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ചുകൂടെ കമ്പോണൻസുകളെ കുറിച്ചുകൂടെ അറിവ് നേടേണ്ടതായിട്ടുണ്ട്. ഡയോഡും ട്രാൻസിസ്റ്ററുകളും ഒക്കെ അറിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സർക്യൂട്ട് കൂടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഇൻഡക്ടർ എന്നുള്ള ഒരു കമ്പോണൻറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ആൾ ദ ബെസ്റ്റ്.